ഈ കാലഘട്ടത്തെ പറ്റി വിളിക്കുന്നത് ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ അതിപ്രസരണമുള്ള ഒരു കാലഘട്ടമാണ്. മറ്റേത് കാലഘട്ടത്തെക്കാട്ടിലും മാധ്യമങ്ങളും മീഡിയയും ഒക്കെ വർദ്ധിച്ചു നിൽക്കുന്നതും ഏറ്റവും നല്ല രീതികളിൽ സമൂഹത്തിലേക്ക് ആശയങ്ങൾ സംവേദനം ചെയ്യാനായിട്ട് വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പഴയ കാലങ്ങളിലൊക്കെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അതുള്ളൂ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന സമൂഹത്തിൽ പിക്ടോറിക്കൽ അല്ലെങ്കിൽ പിക്ചറുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതിനുശേഷമാണ് പാപ്പിറസ് ഒക്കെ കണ്ടുപിടിച്ച് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലുള്ള ആശയവിനിമയങ്ങൾ ഉള്ളത് പിന്നീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ വളരെയധികം ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മോശയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ തീയിൽ കൂടെ ദൃശ്യത്തിൽ കൂടെ സംഭാഷണത്തിൽ കൂടെ ദൈവമായ കർത്താവ് സംസാരിക്കും. നമ്മൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വായിച്ച വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഇതേ രീതിയിലുള്ള ഒരു ദൈവിക ഇടപെടലിൻ്റെ ചരിത്രമാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ അവിടെയും നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക വർണ്ണനയും ശബ്ദവും ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്.